സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പി ജയരാജന്റെ പുസ്തകം പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ജയരാജന്റെ പുസ്തകത്തിന് ഇപ്പോൾ തന്നെ ഭീഷണി ഉണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മതത്തെയും വർഗീയതയെയും വേർതിരിച്ച് കാണണം. വർഗീയതയെ എതിർക്കുന്നത് മതവിരുദ്ധമല്ലെന്നും പിണറായി പറഞ്ഞു. വിശദാംശങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, ഈ പുസ്തകം പുറത്തിറങ്ങും മുമ്പ് തന്നെ വലിയ വിവാദത്തിലേക്ക് പോയ ഒരു പുസ്തകം കൂടിയാണ്. എന്തായാലും പ്രകാശനം നടന്നിരിക്കും. തീർച്ചയായും രുചിഷ്, ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുൻപ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത് പി ജയരാജന്റെ കൊടുങ്ങല്ലൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ജയരാജൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയെന്ന പേരിൽ വലിയ രീതിയിലുള്ള പ്രചാരണം നടന്നു. പക്ഷേ പി ജയരാജൻ തന്നെ അതിൽ വിശദീകരണവുമായി പിന്നീട് രംഗത്തെത്തിയതാണ്. അത് ക്ഷേത്ര ദർശനം എന്നല്ല, പകരം ഈ പുസ്തകത്തിന്റെ ഭാഗമായി ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ചും അവിടെയുള്ള ബ്രാഹ്മണീയമല്ലാത്ത ആചാര രീതികളെക്കുറിച്ചുമൊക്കെ ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്ര സന്ദർശനം എന്ന് അന്ന് പി ജയരാജൻ വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പി ജയരാജന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുമെന്ന രീതിയിൽ ചിന്ത പബ്ലിക്കേഷൻസിന് ഭീഷണി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ ചർച്ചകൾ നിൽക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഏതായാലും കണ്ണൂർ AKG ഹാളിൽ നടന്ന വലിയ ഒരു ചടങ്ങിൽ വെച്ച് പിണറായി വിജയൻ ഈ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ പുസ്തക പ്രകാശനത്തിലുടനീളം സംസാരിച്ചവരെല്ലാം തന്നെ പറഞ്ഞു വെച്ചത് ഈ സനാതനീയം എന്ന് പറയുന്ന സനാതന ധർമ്മവും ശ്രീനാരായണ ധർമ്മവും രണ്ടാണ്. ശ്രീനാരായണ ധർമ്മത്തെ സനാതന ധർമ്മത്തിനോട് കൂട്ടിക്കെട്ടാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. അതിനെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അതിനെതിരെയുള്ള തുറന്നു പറച്ചിലുകളും എല്ലാം ഉൾപ്പെടുന്നതാണ് ഈ പുസ്തകം എന്നതായിരുന്നു പ്രധാനമായും ഈ പ്രകാശന ചടങ്ങിലെ പ്രസംഗങ്ങളിലുടനീളം എല്ലാവരും പറയാൻ ശ്രമിച്ചത്. ഈ പ്രസംഗത്തിനിടയിൽ പിണറായി വിജയനും ഈ വർഗീയത വലിയ രീതിയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഗീയതയെ എതിർക്കുക എന്നത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ തീർച്ചയായും മതപരമായൊക്കെ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പി ജയരാജൻ മതപരമായി തന്നെ ഉള്ള പല ചർച്ചകൾക്കും വഴിമരുന്നാകുന്ന ഒരു പുസ്തകം രചന പൂർത്തിയാക്കി അത് പ്രകാശനത്തിലേക്ക് എത്തിക്കുന്നത്.